ഏത് സമയത്ത് വേണമെങ്കിലും മുഴകൾ കാണാമെങ്കിലും ഈ മുഴകളുടെ വളർച്ചയ്ക്ക് ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ ഹോർമോണിൻ്റെ ഇഫക്റ്റിലാണ് അത് വളരുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്രത്യുൽപാദനം നടത്തുന്ന സ്ത്രീകൾ, അതായത് ഒരു 15 വയസ്സ് തുടങ്ങി 44 വയസ്സ് വരെ എന്നാണ് വെയ്പ്പ്, അവർക്ക് ഈ ഹോർമോണൽ ആക്ടിവിറ്റി ഉണ്ട്. അവരിൽ ആർക്ക് വേണമെങ്കിലും മുഴകൾ വരാം. പക്ഷേ നമ്മൾ ഈ ഫൈബ്രോയിഡ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ക്യാൻസർ അല്ല. അതായത് ക്യാൻസർ അല്ലാത്തൊരു ഫൈബ്രോയിഡ് വന്നിട്ട് പിന്നെ ക്യാൻസർ ആകുന്നത് വളരെ വിരളമാണ്. ഈ ഫൈബ്രോയിഡ് പോലത്തെ മുഴകളിൽ ക്യാൻസറിന്റെ വകഭേദമുണ്ട്, പക്ഷെ അത് ക്യാൻസറായിട്ട് തന്നെ തുടങ്ങും. അങ്ങനെയുള്ളതേ ഉള്ളൂ പെട്ടെന്ന് വളരുന്നത്. മറ്റേത് പതുക്കെ പതുക്കെ വളരുന്ന മുഴയാണ്. അപ്പോൾ ഒരു 30, 25 അല്ലെ 28 വയസ്സിൽ ചിലപ്പോൾ ഒരു കുഞ്ഞു മുഴയായിട്ടായിരിക്കും വരുന്നത്. അവരുടെ പ്രസവമൊക്കെ ചിലപ്പോൾ 26 വയസ്സിൽ 2 പ്രസവിച്ച് അവർ നിർത്തിയിട്ടുണ്ടാവും. അപ്പം അത് കഴിഞ്ഞ് ഉണ്ടാവുന്ന മുഴ പതുക്കെ പതുക്കെ വളർന്നു വരും എന്ന് കാണുമ്പോഴത്തേക്കും 35 വയസ്സാവും. അത്രയേ ഉള്ളൂ. നമ്മൾ 25 വയസ്സുള്ള കുട്ടികൾക്ക് മുഴകൾ കാണാറുണ്ട്. 5 മാസം 6 മാസം വലിപ്പമുള്ള മുഴകളൊക്കെ നമ്മൾ കാണാറുണ്ട്. കല്യാണം കഴിക്കുന്നതിന് മുമ്പും പ്രസവിക്കുന്നതിന് മുമ്പുമൊക്കെ മുഴകൾ അപൂർവമായിട്ടെങ്കിലും വരാം. മറ്റേത് ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു 30 തൊട്ട് 45 വയസ്സ് വരെയാണ്. അപ്പൊ അപ്പോഴത്തേക്കും എല്ലാവരും പ്രസവമൊക്കെ കഴിഞ്ഞിരിക്കും എന്നുള്ളത് കൊണ്ടാണ് വളർച്ചയിലേക്ക് എത്തുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ആ ഏജ് ഗ്രൂപ്പിൽ കാണുന്നത്.